ഹലോ. ഇന്ന് ആസ് എ മദർ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ദിവസമാണ്. നമ്മുടെ ഋതുക്കുട്ടൻ്റെ കരാട്ടെ ക്ലാസ്സിൽ ഇന്ന് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. അപ്പോൾ ഋതുവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഋതു കരാട്ടെ പ്രോയിൽ ജോയിൻ ചെയ്തിട്ട് 1 ഇയർ ആവുന്നേ ഉള്ളൂ കേട്ടോ. ആൻഡ് നൗ ഹീസ് എൻ ഓറഞ്ച് ബെൽറ്റ്. ഭയങ്കര വലിയ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഒന്നും അല്ലെങ്കിലും നമ്മുടെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചെറിയ കോമ്പറ്റീഷൻ നമുക്ക് വലുതാണ് അല്ലേ. ഈ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് എനിക്കും അനൂപിനും ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു. ഗ്ലോറി ഈസ് നോട്ട് ഇൻ വിന്നിങ് ബട്ട് ഇൻ ടേക്കിംഗ് പാർട്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ അവനെ ഓരോ കോമ്പറ്റീഷനും വിടാറ് കേട്ടോ. അതിലൊരു പ്രൈസ് കിട്ടുന്നത് ഒരു ബോണസായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എല്ലാ കുട്ടികളും നന്നായി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ചെറിയ ചെറിയ പോയിന്റ് ഡിഫറൻസിലാണ് കേട്ടോ ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ അന്നത്തെ ആ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ. കാരണം നമുക്കിന്ന് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. ഇന്ന് ടിൻറ്റുവിൻ്റെ വീട്ടിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ഗ്യാതറിംഗ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ആലമനാസ് ഫാമിലിനെ പറ്റി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ 2 ഫാമിലി പുറത്താണ്. ഒരാൾ കാനഡയിലും ഒരാൾ UK-യിലുമാണ്. അതിൽ നമ്മുടെ കാനഡയിലുള്ള നിഖിലും സൗമ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാതറിംഗ് വെച്ചത്. അല്ലെങ്കിലും ഗ്യാതറിങ്സ് വെക്കാൻ ഓരോരോ കാരണങ്ങളാണ്. എല്ലാ മാസവും നമ്മൾ ഇതുപോലെ കൂടാറുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ സൗമ്യയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ടിൻറ്റു കേക്കൊക്കെ റെഡിയാക്കി. പക്ഷേ അതിനകത്ത് സ്പെല്ലിങ് കുറച്ച് മാഞ്ഞു പോയിട്ടോ. പക്ഷേ അതൊക്കെ നമ്മുടെ കിറ്റി ശരിയാക്കി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൗമ്യ. ഇവരിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിൽ ഇവർ ആദ്യമായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അങ്ങനെ കേക്കിലെ സ്പെല്ലിംഗ് ഒക്കെ നമ്മുടെ കിറ്റി ഷുഗർ പൗഡർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി കേട്ടോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരേ ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ബർത്ത്ഡേയ്സും ആനിവേഴ്സറീസും എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പക്ഷേ 1-2 വർഷമായിട്ട് നമ്മളെല്ലാം പല പല സ്ഥലത്താണ് കേട്ടോ. എന്നാലും മാക്സിമം നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം ഇതുപോലത്തെ കുട്ടി കുട്ടി സെലിബ്രേഷൻസ് ആണ് നമ്മുടെ നാളത്തെ പ്രഷ്യസ് മെമ്മറീസ് അല്ലേ. ഇത് നമ്മുടെ സൗമി കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. തുറന്നതേ ഓർമ്മയുള്ളൂ, കാലിയായി. പിന്നെ നമ്മുടെ കാർത്തിക് സ്ഥിരമായി കൊണ്ടിരുന്ന സ്വീറ്റ് ബാസ്ക്കറ്റിൽ ജിലേബി, എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കനേഡിയൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യാന്നുള്ള ആ ഒരു കഴിവ് എനിക്കിപ്പോഴും വന്നിട്ടില്ല കേട്ടോ. ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനതെല്ലാം മറന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ഒന്നും വീഡിയോസ് ഇല്ല. എന്നാലും ഉള്ള ചെറിയ മൊമെൻറ്റ്സ് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.